അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ശ്രീ കോവൂർ കുഞ്ഞുമോനെ അറിയാത്ത ആളുകളൊന്നും കേരളത്തിൽ ഉണ്ടാകില്ല. കുന്നത്തൂരിൽ നിന്ന് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന ഇടത് സ്ഥാനാർത്ഥി RSPയിലായിരുന്നു. RSP വലതുപക്ഷത്തേക്ക് UDFിലേക്ക് പോയപ്പോൾ അതിൽ നിന്ന് രാജിവെച്ച് RSP ലെനിനിസ്റ്റ് തുടങ്ങി അതിനകത്ത് ഇടതുമുന്നണിയുമായി സഹകരിച്ചു നിന്ന MLA. പക്ഷേ ഇക്കുറി നിർഭാഗ്യവശാൽ അവിടെ RSPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. പകരം UDF അവിടെ വിജയിച്ചു. LDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കോവൂർ കുഞ്ഞുമോൻ പരാജയപ്പെട്ടു. കോവൂർ കുഞ്ഞുമോനെ ഇന്ന് CPIയുടെ ഒരു പ്രവർത്തകൻ വിളിക്കുകയുണ്ടായി. വിളിച്ചത് സുജിത് S തിരുവമ്പാടി എന്ന് പറയുന്ന CPIയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോവൂർ കുഞ്ഞുമോനെ വിളിച്ചു. കുഞ്ഞുമോൻ പറയുന്ന കാര്യങ്ങളാണ്. അവിടെ തോൽക്കാനുണ്ടായ സാഹചര്യം CPM വരുത്തി തീർത്തു. CPM കാലുവാരിയത് കൊണ്ടാണ് താൻ തോറ്റുപോയതെന്ന് കോവൂർ കുഞ്ഞുമോൻ സമ്മതിക്കുകയാണ്. ഇങ്ങനെ 20 വർഷക്കാലം 2 പതിറ്റാണ്ട് കാലം ഇടതുമുന്നണിക്ക് ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത ഒരു MLA, ഇടതുമുന്നണിയുടെ സന്തത സഹചാരിയായിരുന്ന ആളിനെ എന്തിനാണ് ഇക്കുറി ജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേയെങ്കിൽ കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും എന്ന ഒറ്റ കാരണം കൊണ്ട് CPM കുതികാലി വെട്ടി എന്ന ശബ്ദ സംഭാഷണമാണ് അവർ തമ്മിൽ നടക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ വളരെ വിഷമത്തോടു കൂടി പറയുന്നു. പിന്നെ പടിഞ്ഞാറെ കല്ലടയിൽ വന്ന വികസന പ്രവർത്തനങ്ങളിൽ പലതും തുരങ്കം വച്ചത് ഈ CPMന്റെ കോക്കസാണ്. കൊല്ലം ജില്ലയിലെ എക്സേണസ്റ്റും അതുപോലെ ചില ആളുകളും പൈസയ്ക്ക് വേണ്ടി പൈസ എന്ന് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെട്ട് പല പദ്ധതികളും അട്ടിമറിച്ചുവെന്ന തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പുറത്തുവിടാൻ പോവുകയാണ്. എന്തിനാണ് ഇത് ചെയ്തത് എന്ന് കോവൂർ കുഞ്ഞുമോൻ ഇപ്പോഴും വ്യക്തമല്ല. കോവൂർ കുഞ്ഞുമോൻ ഒരു കാർ എടുത്തതോ അല്ലെങ്കിൽ ചിട്ടി പിടിച്ച് കാർ എടുത്തതോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അവിടെ CPM കാലുവാരി. ആ ശബ്ദ സംഭാഷണം, അവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ഒന്ന് കേട്ടു നോക്കുക. ഹലോ, നമസ്കാരം കുഞ്ഞുമേട്ടാ. നമസ്കാരം. ഞാനിന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ മറ്റേ ഇത് കണ്ടത്, ഇന്റർവ്യൂ കണ്ടത്. എനിക്ക് കണ്ടപ്പോ നല്ല വിഷമമായി പോയി. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഇത്രയും അവിടെ ഇങ്ങനെ വോട്ട് മറിയേണ്ട സാഹചര്യം എന്തുവാ? ഇനി ഞാൻ കയറി വരരുത്. CPM ആഗ്രഹിച്ചു. അങ്ങനെ ഏത് രാജീവ് ഗാന്ധി ഭരിച്ചപ്പോഴും ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴും ഇലക്ഷൻ നടത്തിയപ്പം ജയിച്ച മണ്ഡലമാണ്. മനസ്സിലായി. ഞാൻ അറിഞ്ഞുകൊണ്ട് പണിഞ്ഞ നല്ലൊരു ലെനിനിസ്റ്റ് സംഘടന വരുന്നുണ്ട്, തീരദേശവാസികളുടെ സംഘടന. അതായത് ഇന്ത്യയിലെ 9 കോസ്റ്റൽ തീരദേശമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ മുതൽ ഗുജറാത്ത് വരെയുള്ള 9 തീരദേശം, പിന്നെ 66 ജില്ലകള്, 9 ജില്ല കേരളത്തിൽ നിന്ന് മാത്രം. BJPക്ക് സപ്പോർട്ടായിട്ട് മാറുന്ന കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന. ആ സംഘടനയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ പാർട്ടി 23-ാം തീയതി വിളിച്ചിരിക്കുക. നമ്മൾ ഇപ്പോഴേ അഭിപ്രായം പറയുന്നത് അതല്ല, അഭിപ്രായം പറയുന്നതല്ല. ആ നാട് നന്നാക്കാനാന്നുണ്ടെങ്കിൽ വരണം. നിങ്ങളുടെ പടിഞ്ഞാറേ കല്ലടയിൽ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന കേരള മാരിടൈം ബോർഡിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അറിയാലോ. ഫ്ലോട്ടിംഗ് സോളാറും ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പും. അത് എന്തുകൊണ്ട് അവിടെ നടക്കാം? ഒരു മിനിറ്റ്. ഫ്ലോട്ടിംഗ് സോളാർ ശരിയായി, റെഡിയായി. ഫ്ലോട്ടിംഗ് സോളാർ അവിടെ എടുത്തല്ലേ, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏത് കമ്പനി എടുത്തത്? മറ്റേ ഇവര് മഹീന്ദ്ര ഒരു കമ്പനി ഗുജറാത്തിലുള്ള. അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. പിണറായിക്ക് കൊടുത്താ അവര്? അതെനിക്കറിയത്തില്ല. നമുക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല. നമ്മളവിടെ ഫ്ലോട്ടിംഗ് സോളാറിന്റെ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കെൽട്രോൺ തന്നെ മാറ്റിക്കൊണ്ട് മഹീന്ദ്രയോ അതല്ലെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയ്ക്ക് നമ്മൾ അല്ലെങ്കിൽ ടാറ്റയോ മഹീന്ദ്രയ്ക്കോ അവിടെ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിന് ചുറ്റും കിടക്കുന്ന സ്ഥലവും പിന്നെ അവിടെ തിരുവിതാംകൂർ രാജകുടുംബത്തിനെ കുറിച്ച് സ്ഥലം കിടപ്പുണ്ട് പടിഞ്ഞാറേക്കല്ലല്ലേ, അറിയോ? അറിയാവോ? എനിക്ക് മനസ്സിലായി, അറിയാം. ആ സ്ഥലം തിരുവിതാംകൂർ രാജകുടുംബം മുമ്പ് പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിന് വേണ്ടി വിട്ടുതരാന്ന് അവസാനം ഇപ്പോഴത്തെ രാജാവല്ല, പുള്ളിക്കാരന്റെ മുമ്പ് ശ്രീമൂലം തിരുനാളാ. അതെ, ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇരുന്ന കാലത്ത് സംസാരിച്ച് സെറ്റായി. ഉത്രാടം മാർത്താണ്ഡവർമ്മ ഇരുന്ന സമയത്താണ് ഞാൻ അവിടെ ആ പ്രോജക്റ്റ് ആയിട്ട് വരുന്നത്. ഓർമ്മയുണ്ടോ? ഉഷസ് നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന കാലഘട്ടം ഓർമ്മയില്ലേ? വില്ലേജ് ഓഫീസറായിട്ടിരുന്ന ഉഷസ് നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന. പിന്നെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരുക. അത് കുഞ്ഞുമോൻ ചേട്ടൻ മനസ്സിലാക്കണം. ഞാൻ CPIയുടെ ദേശീയ കൗൺസിലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അറിയാലോ. നമ്മൾ പരിചയപ്പെടേണ്ട സാഹചര്യം അറിയാലോ. പിന്നെ
ഒരു നാടിന് വേണ്ടി വരുന്നത് ആ നാട്ടിലേക്കുള്ള വികസനമാണ്. അല്ലാതെ മരിപ്പിനും ഉദ്ഘാടനത്തിനും അല്ലാതുള്ള ചടങ്ങുകൾക്കും കൂടുകയും അതല്ലാതെ പാർട്ടിയുടെ പരിപാടി പ്രഖ്യാപിക്കുന്നതല്ല ഒരു നാടിന് വേണ്ടത്. ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് ആ നാട്ടിലുള്ള കുട്ടികൾക്കുള്ള പഠനത്തിനുള്ള സഹായം, അതല്ലെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കുള്ള തൊഴിലിനുള്ള സാധ്യത, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കണം. അതേ കണക്കുള്ള ഒരു ജൈവ സമ്പത്തുള്ളൊരു സ്ഥലമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങളെ കൂടെ ഇരുന്ന കോക്കസ്, നിങ്ങളെ അവിടെ ഭരിക്കാൻ അനുവദിക്കായിരുന്ന പിണറായി എന്ന് പറഞ്ഞ തെണ്ടിയാണെന്ന കാര്യം എനിക്കറിയാം. കാരണം ഞങ്ങളുടെ പ്രോജക്റ്റിനാണ് ഏണസ്റ്റ് ഉടക്കിയത്. അതുകൊണ്ടാണ് അത് നിങ്ങൾ അതല്ലേ മൺറാമിന്റെ കൊണ്ട് കൊടുത്ത് മൺറാമ തെളിയതല്ലേ പറഞ്ഞത് അന്നത്തെ പ്രോജക്റ്റ്. ആണോ? അതെ നിങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്നോട് ഉഷസ് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മള് സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞല്ലോ പിണറായിയുടെ മോക്ക് പ്രൈസ് വാട്ടർ കൂപ്പർ വഴി അവിടെ പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എന്ത് പ്രൈസ് വാട്ടർ കൂപ്പറിനെ മണിറാമല്ലേ അതിന്റെ ആള്? മണിറാം സാറൊന്നുമല്ല. മണിറാം സാറൊക്കെ ഡയറക്ടറായിട്ടിരിക്കുന്നേ ഉള്ളൂ. ഡയറക്ടർമാരായിരുന്നു അവിടെ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. ഈ പ്രോജക്റ്റ് അവിടെ ചെന്നപ്പോ പറഞ്ഞ് കീഴ്ഘടകത്തിൽ നിന്ന് കത്തും കൂടെ വേണമെന്ന്, ജില്ലാ കമ്മിറ്റി ഇതിന് കത്തും കൂടെ വേണമെന്ന്. നാട്ടിൽ വ്യവസായം കൊണ്ടുവരാൻ CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്നാണോ കത്ത് കൊടുക്കേണ്ടത്? ആ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ചെല്ലുമ്പോൾ അവനും കൊടുക്കണം അവിടെ 50 ലക്ഷം രൂപ 25 ലക്ഷം രൂപ പ്രോജക്റ്റിന്റെ വലിപ്പം അനുസരിച്ച്. ജില്ലാ കമ്മിറ്റി ചെല്ലുമ്പോൾ ഏണസ്റ്റും അവിടെ ഫത്തഖുദ്ദീനും നൌഷാദും കൂട്ടത്തോടെ ഇരിക്കുക, ഞങ്ങൾക്കുള്ള ഇടന്ന്. നാട്ടിൽ വ്യവസായം കൊണ്ടുവരുമ്പോൾ ഇതാണ് നിങ്ങളടുത്ത്. പക്ഷെ അതിനകത്ത് എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനമുള്ളതെന്നറിയാം. നിങ്ങളെൻ്റെ അടുത്ത് 10 പൈസ ചോദിച്ചില്ല എന്തോ കുഞ്ഞാട്ടാ, സത്യം. നിങ്ങൾ എൻ്റെ അടുത്ത് 10 പൈസ ചോദിച്ചില്ല. നിങ്ങളെ ചേട്ടനും ചോദിച്ചില്ല. ചേട്ടനായിരുന്നു ഞാൻ കൊണ്ടുകൊടുക്കുന്ന പേപ്പറുകളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഈ കാര്യം ഞാൻ അന്നത്തെ കാര്യങ്ങളെല്ലാം തെളിവ് വെച്ച് ഇവിടെ വാർത്തയാക്കിയിട്ടുണ്ട് ഓൾറെഡി. അത് വന്നോളും. മുഖ്യമന്ത്രി ആരാന്ന് അറിയാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആ മാധ്യമങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഏണസ്റ്റ് കൈക്കൂലി മേടിച്ചത് ബ്രാഞ്ച് സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തോക്കാണ്ടായ കാരണം. പിന്നെ കുഞ്ഞിമോൻ ചേട്ടാ, ഈ വട്ടം കൂടെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി പറയുന്ന കണക്കുള്ള വികസനം അവിടെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ ജയിപ്പിക്കും. അതല്ലാതെ കണ്ടവന്മാരുടെ അടിമയായിട്ടിരുന്ന അധികാരത്തിനകത്ത് MLA ബോർഡും വെച്ച് സഞ്ചരിക്കാനാണെങ്കിൽ ഒരുത്തരും അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കും, നല്ല സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കും. അതായത് തീരദേശവാസികളും മത്സ്യബന്ധന തൊഴിലാളികളുടെയും പാർട്ടിയാ. നിങ്ങളൊരു MLA ആയിരുന്നു, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വ്യക്തമായും ശക്തമായും നല്ലൊരു തീരുമാനം, ഉറച്ച തീരുമാനം എടുക്കണം. ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലാതെ സ്വയം നന്നാവാനാന്നുണ്ടെങ്കിൽ നിങ്ങളെ പാർട്ടിയിൽ നിന്നിട്ട് കോൺഗ്രസിനോടൊപ്പോ. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി അവർ തമ്മിലുള്ള സംഭാഷണത്തിലെ മറ്റൊരു ഭാഗം, അത് KM മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ എന്തിനാണ് പരാജയപ്പെടുത്തിയത്? ഒരിടത്തും വിജയിച്ചില്ല. കാരണം അവരെയും സമ്മർദ്ദത്തിലാക്കുക എന്ന അജണ്ട പിണറായി വിജയന് ഉണ്ടായിരുന്നു അത്രേ. പിണറായി വിജയന്റെ P ഗാങ് എന്ന് പറയുന്ന ഒരു സംരംഭം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. ഒരുപാട് കൂട്ടത്തോൽവി ഉണ്ടാകുമെന്ന് പിണറായി വിജയനോ CPM-കാരോ ഒട്ടും കരുതുന്നില്ല. CPM-ന്റെ സിറ്റിംഗ് MLA-മാരൊക്കെ വിജയിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം CPM-ന് ലഭിക്കും. മുന്നണികളെ, CPI ഒഴികെയുള്ള മുന്നണികളെ തച്ച് തകർത്ത് CPM-ന്റെ അധീനതയിലാക്കുക, അവരെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമാക്കി ഇതിനെ മാറ്റുക, മുന്നണി സമ്പ്രദായത്തെ തകർക്കുക എന്ന ലക്ഷ്യവും ഈ തെരഞ്ഞെടുപ്പിൽ KM മാണിയുടെ മാണി കോൺഗ്രസിനെ തകർക്കുന്നതിന് ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കേട്ടു നോക്കുക. ഘടകകക്ഷികളെ ജോസ് കെ മാണി ഒതുക്കിയിട്ടില്ലേ അയാള്? മാണി എന്തിനാ തീർത്തേന്നറിയാം ജോസ് കെ മാണി ടീമിനെ? ഞാൻ നേരിട്ട് കണ്ട് പറയാം. പിന്നെ നേരിട്ട് കാണുന്നതല്ല, ഞാൻ ആനി രാജയും കൊണ്ട് വരുന്നുണ്ട് അവിടെ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം. ഞങ്ങള് ഈ കൂട്ടുകച്ചവടക്കാരന്മാരോടൊപ്പം നിൽക്കുന്നില്ല. ഞങ്ങൾ ചിലപ്പോൾ NDA-യുടെ സഖ്യകക്ഷിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾ BJP പോകണ്ട, ഞങ്ങളോടൊപ്പം നിന്ന് NDA-യുടെ സഖ്യകക്ഷിയാവും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ സംഭാഷണത്തിലും നിങ്ങൾക്ക് കാര്യം വ്യക്തമായി. അപ്പോൾ ഇനി എന്താണ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുന്നു. KN ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവായി വരുന്നു. CPI-യുടെ അതൃപ്തി പൊട്ടിപ്പുകയുന്നു. പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ തോറ്റുപോയ നേതാക്കളും നിലവിൽ പാർട്ടിയിൽ അസംതൃപ്തരായ ആളുകളും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉള്ള മറ്റ് നേതാക്കളുടെ കുടുംബാംഗങ്ങളുമൊക്കെ വെളിപ്പെടുത്താനിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരിക്കും പിണറായി എന്ന വ്യക്തി രാഷ്ട്രീയപരമായി നേരിടേണ്ടി വരുന്നത് എന്നതാണ് പരമാർത്ഥം. ഏതായാലും കോവൂർ കുഞ്ഞുമോൻ ഇക്കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.